ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന നെക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് കുർത്തിയിലും നൈറ്റിയിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു നൈറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പേപ്പർ ക്യാൻവാസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ നടുവിലേക്കൂടെ മടക്കിയിട്ട് അതിൽ നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്ത്തും മാർക്ക് ചെയ്യാം. അപ്പം നെക്ക് വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 3 ഇഞ്ചസ് ആണ്. താഴത്തോട്ട് നെക്ക് ഡെപ്ത്ത് 7 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം നമുക്ക് താഴത്തോട്ടേക്ക് ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 2 പോയിന്റും കൂടി ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. അതിനുശേഷം അതും കൂടി ഒന്ന് യോജിപ്പിക്കുക, ചെറിയൊരു റെക്റ്റാങ്കിൾ മാതിരി. എന്നിട്ട് താഴത്തും നമ്മൾ 7 ഇഞ്ചസ് മാർക്ക് ചെയ്തില്ല, അവിടത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിന് ശേഷം നമുക്ക് പിൻ ചെയ്ത് വെക്കാം, ഈ പോയിൻറ്റ്സൊക്കെ മാറിപ്പോകാണ്ടിരിക്കാൻ. എന്നിട്ട് നമുക്ക് ഒരു 2 മില്ലിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതിന് ശേഷം അതും കൂടി ഒന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിൻ്റെ താഴത്തെ ഭാഗത്ത് നമുക്ക് ചെറിയൊന്ന് ആംഗിളിൽ ഇങ്ങനെ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഈ പീസ് ഒരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഓറഞ്ച് കളർ ക്ലോത്ത് എടുത്തിട്ട് ഇത് പീസ് നന്നായിട്ട് ഇതിൽ വെച്ച് ഒട്ടിച്ചെടുത്തു. ബാക്കി ഭാഗം വേണ്ടാത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ സൈഡിലുള്ള കുറച്ച് ഭാഗമില്ല, അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടും. ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ്. ഇനി നമ്മൾ ഇതിലാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല കറക്റ്റാക്കിയിട്ട് സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കൊന്ന് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്ഥാനമൊന്നും മാറിപ്പോവാതെ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ കാണിച്ച ഈ മാർക്കിങ്ങിൽ കൂടി ഞാനൊരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം സ്റ്റിച്ചിലൊന്നും തട്ടാതെ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ സ്റ്റിച്ചിൽ തട്ടരുത്, സ്റ്റിച്ചിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്ക് ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം വളരെ ശ്രദ്ധിച്ചിട്ട് ഈ ആവശ്യമില്ലാത്ത പാർട്ട് മാത്രം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് പിന്നെ കഴിച്ച് മാറ്റിയിട്ട് ഇതൊന്ന് മറിച്ചിടാം. പിറകിലോട്ടേക്ക് മറിച്ചിടുമ്പം ആ കോർണറൊക്കെ ഒരു പെൻസിലോ എന്തെങ്കിലും വെച്ച് കുത്തി നീറ്റാക്കിയിട്ട് മറിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഈ നെക്ക് നേരത്തെ ഞാൻ പിക്ചറിൽ കാണിച്ചില്ലേ, അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കാണിക്കുന്ന പോലെ ഒന്ന് മറിച്ച് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഇതുപോലെ മറിച്ച് വെക്കുക. മറിച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ 3 കോർണറിലും ഇതുപോലത്തെ ഷോ ബട്ടൺ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മുത്തോ
അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഷോ ബട്ടനാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഷോ ബട്ടണും കൂടി ഞാൻ വെച്ച് കൊടുത്തു. ഇനി നൈറ്റി ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിക്കാം. അത് ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നെക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.